ഭാഗം നേരാക്കിയിട്ടില്ല തോന്നണു അല്ലേ? ഓരോ പോലെയല്ലേ. എന്നിട്ട് ശരി. ശരി. ശരി ശരി, നാളെ വരി. കുഴപ്പമില്ല. ശരി. ബാക്ക് കിട്ടി. എന്താ കുട്ടികൾ കളിയൊക്കെ ഉണ്ടോ? അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഹൈലൈറ്റ് കണ്ട് മടുത്തിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇനി ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കൊടുക്കാം. റെസിപ്പി ആണെങ്കിലും വേറെ എന്തെങ്കിലും ഫൺ മൊമെൻ്റ് ആണെങ്കിലൊക്കെ. അങ്ങനെ രാവിലെ എണിച്ചു. ഇന്ന് ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊരു പ്രശ്നമായിരുന്നു, വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നലെ ഫുൾ റെസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും എണിച്ച് പാടെ ഞാൻ ഫിഷും ബീഫും എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചു കേട്ടോ. ചിലപ്പോൾ ഫിഷ് മാത്രമേ വെക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ അടുക്കളയിൽ പോയിട്ട് നമ്മുടെ സോയയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ നമ്മൾ സിറ്റൗട്ടിൽ വന്നിട്ട് സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക വിചാരിച്ചു കേട്ടോ. ചവിട്ടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് അടിച്ചു വാരാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ജിമ്മിന് പോയില്ലല്ലോ, അപ്പം നേരത്തെ തന്നെ നമ്മൾ പണ്ടത്തെ പോലെ അടിച്ചു വാരലൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സിറ്റൗട്ടൊന്ന് വേഗം അടിച്ചു വാരി. എല്ലാ ദിവസമൊന്നും ഈ ചവിട്ടി എടുത്ത് ഞാൻ കുടയാറില്ല, കുറച്ച് വെയിറ്റ് കൂടുതലാണ്. പിന്നെ അവിടെയൊക്കെ കുറച്ച് മാറലൊക്കെ കണ്ടപ്പോൾ അതിനൊക്കെ ഒന്ന് തട്ടിയെടുത്തു കേട്ടോ. ചൂലുകൊണ്ട് തന്നെയാണ് ഞാൻ തട്ടുന്നത്. അങ്ങനെ അടുത്തൊക്കെ ഉള്ളത് ഞാൻ ചൂലുകൊണ്ട് തന്നെയാണ് കേട്ടോ തട്ടാറുള്ളത്. ഇനിയിപ്പോൾ അത് തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാനങ്ങനെ ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇതാ എന്താ പറയുക, സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചെടുത്ത ശേഷം ഞാൻ നമ്മുടെ വർക്കിലോട്ട് അങ്ങ് പോവാം. ഇന്ന് ലഞ്ച് ബോക്സ് സ്പെഷ്യലും ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഒരുപാട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതിനൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ കൂടുതൽ ആൾക്കാരിലോട്ട് നമ്മുടെ വീഡിയോസ് എത്തുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിങ്ങളോട്. അപ്പോൾ ഇതാ ഹായ് ജീനി സുഖമല്ലേ ചോദിച്ചിട്ടുണ്ട്. അതേ, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ മുറ്റൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. പിന്നെ ഫിഷ്, ചിക്കൻ എന്നിവയിൽ വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെക്കൽ. ഓക്കെ, ഫ്രീസറിൽ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചിക്കനിൽ ഞാൻ വെള്ളം ഒഴിക്കാറില്ല, കാരണം നമ്മൾ ചിക്കൻ തലേ ദിവസം കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ച് പിന്നെ അങ്ങനെ എടുക്കും. അങ്ങനെ കൂടുതലൊന്നും നമുക്ക് വെക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ഞാൻ ചിക്കനിൽ വെള്ളം ഒഴിക്കാറില്ല, ഫിഷിൽ മാത്രമേ കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ. ചിക്കനിൽ ഒഴിക്കണത് ഗുണമാണെങ്കിലൊന്ന് പറയണേ. പിന്നെ സൂപ്പർ വീഡിയോ, നൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ജനലുകളൊക്കെ ഒന്ന് തുറന്ന് വെച്ച്, വാതിലൊക്കെ ഒന്ന് തുറന്ന്, പിന്നെ ഇതാ അരി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ, ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നോട് എത്ര അരിയാണ് കുക്കറിൽ ഇടാറ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു നാഴി പിന്നെ ഒരു 1/4 നാഴിയും കൂടിയാണ് കേട്ടോ ഇടാറുള്ളത്. അത്ര മതി കേട്ടോ കുട്ടികൾ ചോറ് കൊണ്ടുപോവാണെങ്കിൽ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും വേണ്ട, അരി വളരെ കുറവാണ് കേട്ടോ എല്ലാവരും ചോറ് കഴിക്കൽ. എന്നിട്ടും എന്താ ഇത്ര തടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചവനറിയാം, പാരമ്പര്യം, ഹോർമോൺ ചേഞ്ച്, അങ്ങനെ പലതും ഉണ്ടാവില്ല, സ്ട്രെസ്സ്, അത് ഇത് അല്ലേ. ഇതിനേക്കാൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കുക്കറിലോട്ട് വെള്ളമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒരേ ഒരു വിസിൽ മതിയിട്ട് നമ്മുടെ പൊന്നിയരി വേവാൻ. അത് തന്നെ നല്ലോണം ആവി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ കുറച്ചധികം വെന്ത് പോവും. നമുക്ക് പയർമണി പോലത്തെ ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ പോലും അടിക്കാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. വിസിൽ വരുന്ന ആ ഒരു സമയത്ത് അങ്ങ് ഓഫാക്കി വെക്കുക. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരൂലേ, ആ സമയത്ത് അങ്ങ് ഓഫാക്കി വെക്കുകയാണ് ഏറ്റവും സേഫ് കേട്ടോ. ജിനി തടി വെച്ച പോലെ ഉണ്ട്, ബട്ട് പട്ടിണി കിടന്ന് തടി കുറയ്ക്കുന്നത് നല്ല ഐഡിയ അല്ല. ഈറ്റ് ഹെൽത്തി ആൻഡ് വർക്കൗട്ട് ടു ലൂസ് വെയിറ്റ്. പട്ടിണി കിടന്ന് വെയിറ്റ് ലോസ് ആക്കിയാൽ പിന്നെ ഫ്യൂച്ചറിൽ കുറേ പ്രോബ്ലംസ് വരും. എനിക്കറിയാം. എന്നാലും ഞാൻ നെയ്റ്റ് അങ്ങനെ കഴിക്കൊന്നുമില്ല. നെയ്റ്റ് എനിക്ക് ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ എന്താ പറയുക, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു റിഹാനെ
ഡെലിവറി കഴിഞ്ഞ മുതൽ ഞാൻ നല്ല തടി കാരണം എനിക്ക് അന്നൊക്കെ ഭയങ്കര സങ്കടമായിട്ട് ഞാൻ നൈറ്റൊന്നും ഫുഡ് കഴിക്കാണ്ട് അങ്ങനെ കുറച്ച് വന്നിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എത്ര കുറച്ചാലും പിന്നെ ഒരു 2 മാസം കഴിഞ്ഞാൽ വീണ്ടും കൂടും. അങ്ങനെയായിരുന്നു. എനിക്കത് ഒന്ന് നിലനിർത്താനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്തൊന്നും എങ്ങനെയാ അത് ചെയ്യാന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഏറെക്കുറെ അറിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ സോയ വെള്ളത്തിലിട്ടതിനൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഉള്ളി തക്കാളിയൊക്കെ നന്നാക്കി കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. സോയ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും ചെയ്യണം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ, എന്താ ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെക്കുമ്പോഴത്തേക്കാണ് പാല് വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ശരി, ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ നമുക്കിന്ന്, അപ്പോൾ ചായ വെച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ചായ വെക്കാൻ കുറേ സമയം എടുത്തൂല, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ ചായ പണിയല്ലേ കാണാറുള്ളത്. അപ്പോൾ എന്തായാലും പാല് വരാൻ, അല്ലെങ്കിൽ ഞാൻ ജിമ്മിന് പോവാത്തത് കൊണ്ടാണ് ഇന്നിങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ ഇതാ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. ആ ബ്ലെൻഡർ ഏതാണ് നല്ലതാണോ, ആ ബ്ലെൻഡറിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഫുള്ളായിട്ട് കാണാൻ പറ്റുമല്ലോ. അതുപോലെ എൻ്റെ ബിരിയാണി പോട്ടുകളുടെ വീഡിയോയും ഞാൻ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്താം. എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എത്ര കിലോ ആണ്, എങ്ങനെയാണ്, ഏതാണ് ബ്രാൻഡ്, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എഗ്ഗും കൂടെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി തക്കാളി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചത് അഥവാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കുട്ടികൾ അത് പാലൊക്കെ കഴിച്ചിട്ട് പൊയ്ക്കോളും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇതും. അപ്പോൾ ഞാൻ ഇന്ന് ലെമൺ റൈസ് കഴിക്കുകയാണെങ്കിൽ പിള്ളേരത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ അതിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്തു, തക്കാളിയും ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്തു. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം നിർബന്ധമൊന്നുമില്ല, അത് ഞാൻ വേറൊരു സംഭവത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡും യെല്ലോയും ഉണ്ടായിരുന്നു, രണ്ടും കട്ട് ചെയ്തു. അങ്ങനെ ചായ ആയപ്പോൾ ഇതാ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടെടുക്കുക. പിന്നെ റിഹാൻ്റെ ചായ അവൻ തന്നെ ഒന്ന് ആറ്റിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അയൻകുട്ടി അപ്പോഴത്തേക്കും കുളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അവൻ പിന്നെ രാവിലെ എണിച്ചതുണ്ടല്ലോ, എപ്പോഴും എണിക്കണം അപ്പോൾ എണിക്കും, കുളിക്കും, യൂണിഫോം മാറ്റി അവിടെ ഇരിക്കും. ഇതാണ് അവൻ എന്നെ പോലെ തോന്നുന്നു. കാരണം ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, നേരത്തെ റെഡിയാവും. എന്നിട്ട് ഉമ്മ എപ്പോഴും പറയണേ, ഞാനും എൻ്റെ ഒരു കസിനുമാണ് ഏറ്റവും നേരത്തെ റെഡിയാകുന്ന ആൾക്കാർ. ആ സ്റ്റോറിയൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ, ഞാൻ കഴിക്കണാണുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, കൊതിയാവുന്നുണ്ടോ? അപ്പോൾ എന്തായാലും റെസിപ്പി നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി കട്ട് ചെയ്തത്, തക്കാളി, ക്യാപ്സിക്കം എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പ്രത്യേകം ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. ഇനി കുറച്ച് പൊടികളൊക്കെ മതി. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ നമ്മുടെ കറിവേപ്പില, മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പൊടികളുടെയൊക്കെ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അളവൊക്കെ നമ്മൾ ബുർജി ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ, പക്ഷേ ഇത് സോയാ ബുർജിയാണെന്നേ വ്യത്യാസമുള്ളൂ. നമ്മൾ എഗ് ബുർജി ഉണ്ടാക്കുമ്പോൾ ഇടുന്ന എല്ലാ സാധനവും ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ്, സോയേന്ന് പറയേയില്ല, അത്രയും ടേസ്റ്റ്. പിന്നെ എൻ്റെ വക ചാട്ട് മസാലയും കൂടിയും ചേർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് പലതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം, കഴിക്കാം. ഈ സമൂസയിൽ വരെ നമുക്കിത് ഫില്ല് ചെയ്തിട്ട് റംസാനിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു സോയാ ബുർജി നമുക്ക് വെറുതെയും കഴിക്കാം, പല പലഹാരങ്ങളിൽ ഫില്ല് ചെയ്തിട്ടും എടുക്കുക. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചേ ഇല്ല സോയ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ ഹസ്ബൻഡിനും ഇഷ്ടമായി, കുട്ടികൾക്കും ഇഷ്ടമായി. ഒക്കെ ചോദിച്ചാൽ ഇതിൽ എഗ്ഗൊക്കെ ചേർത്തിട്ടുണ്ടോ നെയ്യെന്നാണ് ചോദിച്ചത് കേട്ടോ. പക്ഷേ എഗ്ഗൊന്നും ചേർത്തിട്ടില്ല, എന്നിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ്. ഇതിൻ്റെ റൈസിൻ്റെ റെസിപ്പിയും കൂടി നമുക്ക് കാണാം കേട്ടോ. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലോട്ട് നമ്മുടെ ഉഴുന്നും
പരിപ്പും ക്യാഷ്യൂം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം, അതേപോലെ റെഡ് ചില്ലി ഫ്ലെക്സ്, പിന്നെ കറിവേപ്പില, മല്ലിയിലേക്ക് കൊത്തിയരിഞ്ഞതൊക്കെ ചേർത്തി കൊടുത്താൽ നല്ല കളർഫുള്ളായിട്ട് ഇതുപോലെ ഇരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ തുറക്കുമ്പോഴേ കാണാൻ തന്നെ നല്ലൊരു ഉഷാറായിരിക്കും. പിന്നെ കുറച്ചൊരു പുള്ളി രസം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ലെമൺ കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് വേണമെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെമൺ റൈസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇവിടെ സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനായിട്ട് തോന്നി. തൈരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ ഞാൻ പിള്ളേരുടെ ലഞ്ച് ബോക്സിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ പാക്ക് ചെയ്തത്. അയൻകുട്ടിക്ക് ഭയങ്കര ഹാപ്പിയായി. അവൻ ഫുള്ള് കഴിച്ചു. റിഹാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവനക്ക് പിന്നെ എക്സാമിൻ്റെ ടൈമാണ്. അപ്പോൾ സമയം കിട്ടിയില്ല കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു വിഷമമാണ് അല്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾ കഴിക്കാണ്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാലേ. ഇതിപ്പോൾ പൊതുവേ അവനും അവൻ്റെ ഫ്രണ്ട്സൊക്കെ കാലിയാക്കിയിട്ടേ ഉള്ളൂ പാത്രം കൊണ്ട് തരാറുള്ളൂ. പക്ഷേ രണ്ട് എക്സാം ഉണ്ടായപ്പോൾ സമയം കിട്ടിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. ബൈ 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 ബൈ. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോയി. ഞാൻ ഇതാ ഉമ്മാക്കും ഉപ്പാക്കും ഒന്ന് ചേച്ചിമാർ ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ തൊടിയൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ദോശമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് മേടിക്കും ചെയ്തു. ഇനി നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാൻ കൊടുക്കുക. അവർക്കൊരു 10 to 10:30 ഉള്ളിലാണ് നമ്മൾ ഫുഡ് കൊടുക്കാറുള്ളത് കേട്ടോ. ഡെയിലി സെയിം റൊട്ടീൻ ചെയ്യുമ്പോൾ മടുക്കൂലേ? എനിക്ക് അങ്ങനെയാണ്. ഇത്താടെ വീഡിയോ കണ്ടാൽ കുറച്ച് മാറുന്നു. ഓക്കെ നമ്മൾ കുറച്ച് ആൾക്കാർ, നമ്മൾ വീട്ടമ്മമാർക്ക് പറയുമ്പോൾ കുറച്ചൊരു സെയിം റൊട്ടീൻ ഉണ്ടാകും. അത് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാകും. അത് കുറച്ച് ഇഷ്ടത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മൾക്ക് മടുക്കും, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. ചില മടുപ്പൊക്കെ വരും. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, റെസ്റ്റ് എടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഡെയിലി വ്ളോഗിൽ ഇങ്ങനെ കാണിക്കണു പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ഡെയിലി ഇങ്ങനെ തന്നെ ചെയ്തുകൊള്ളണം എന്നൊന്നുമില്ല. നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മേടിക്കും, അങ്ങനെയൊക്കെ നമ്മളും ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാണ്ട് എന്നും ഞാൻ 3 നേരം കുക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതാ പീരിയഡ്സ് ആവുമ്പോഴൊക്കെ എങ്ങനെയാണ് സെയിം റൊട്ടീൻ എന്നാണോ ചെയ്യുന്നുണ്ടോയെന്ന് സെയിം റൊട്ടീൻ തന്നെ ചെയ്യുന്നുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ദോശ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ റോബസ്റ്റ് കഴിക്കുന്നത്. കാരണം എനിക്ക് മോർണിംഗ് ഒട്ടും വിശപ്പേ ഇല്ല, ഒരു ഐഡിയ ഇല്ല എന്താണെന്ന്. ഞാൻ ഇന്നലത്തെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറിയില്ല എന്താന്ന്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ പറഞ്ഞിട്ട് ഒരു റോബസ്റ്റ് എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ അടുക്കളയിലുള്ള കശ്പിഷോ സംഭവങ്ങളൊക്കെ വേഗം ഒന്ന് റെഡിയാക്കി ചോറൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ പീരിയഡ്സിൻ്റെ ടൈമിൽ ഞാൻ ഫുള്ള് റെസ്റ്റ് എടുക്കും, ബെഡ് റെസ്റ്റ് തന്നെ എടുക്കും. ഞാൻ ഒന്നും ഉണ്ടാക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. എല്ലാം എൻ്റെ അമ്മായിമ്മ തന്നെയാണ് കേട്ടോ ചെയ്യാറ് ആ സമയത്ത്. ഇനി അമ്മായിമ്മക്ക് അത് കറിയും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വിളിക്കും, ഓർഡർ ചെയ്യും. അല്ല മൂപ്പത്തേര് വെക്കുകയാണെങ്കിൽ അന്ന് ഞാൻ അത് കഴിക്കും കേട്ടോ. അല്ലാണ്ട് കഷ്ടപ്പെട്ട് ഞാൻ കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇവിടെ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് അപ്പോഴൊക്കെയാണ് നമുക്ക് മടുക്കുന്നത്. നമുക്ക് വയ്യാത്ത സമയത്തും കിച്ചണിൽ ഫുഡ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മെനക്കെടണം എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര മടുപ്പായിരിക്കും കേട്ടോ. ഞാൻ തന്നെ നിൽക്കണമല്ലോ എല്ലാറ്റിനും എന്നുള്ളൊരു ഇതവിടെ വരും. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉമ്മ തന്നെ ഉള്ളൂ. പിന്നെ കുട്ടികളാണെങ്കിലും ഒക്കെയാണെങ്കിലൊക്കെ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും കേട്ടോ. ആ സമയത്ത് എനിക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എൻ്റെ അടുത്ത് അങ്ങനെ വരാനോ എന്നെ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നും നിൽക്കില്ല. ഫുഡ് വേണോ വെള്ളം വേണോ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് വരിക ചെയ്യാറ്. അതുകൊണ്ട് അതിലൊക്കെ ഞാൻ ഭയങ്കര ഭാഗ്യവതി തന്നെയാണ്. എല്ലാറ്റിലും ഏറെക്കുറെ ഞാൻ ഭാഗ്യവതി തന്നെയാണ്. വേറെ ടെൻഷനൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, സമാധാനമായിട്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഡെയിലി സെയിം റൊട്ടീൻ്റെയൊക്കെ കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ വേഗം പോയി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടേ ചേച്ചിമാർക്കുള്ള ദോശയും കറിയും ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഹായ് ജിനി, ഇക്ക വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കുന്ന ഹഗ് കിസ് അതെന്താ ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്? അത് വല്ലാതെ മിസ്സാവുന്നുണ്ട്, വല്ലാത്തൊരു ഫീലാണത്. അത് ഇനി ചെയ്യുമ്പോൾ കാണാം. ഇപ്പോൾ കുറച്ചായിട്ട് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തു പോകാറില്ല. ഉപ്പാക്കും ഉമ്മാക്കും ആവശ്യങ്ങൾക്ക് മാത്രമാണ് പോകുന്നത്. അപ്പോൾ അവരെ കൂട്ടിയിട്ട് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വരാറില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ ഇതാ മുന്തിരിയിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. ഓക്കെ ഞാനത് മറന്നതാ. പിന്നെ വിനീഗർ ചേർക്കുമോ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഉപ്പ് ചേർക്കണം നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് ചേർത്തു കേട്ടോ. പിന്നെ എന്നോട് ഹെയർ ഒന്നും ഇങ്ങനെ ചെയ്യരുത് കേട്ടോന്ന്, സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടാണോ പറയുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യാന്നുള്ളത് കുറേ കാലത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഭയങ്കര ആഗ്രഹമായിരുന്നു അത്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് സ്ട്രെയിറ്റ് ചെയ്തതാണ്. പിന്നെ സ്റ്റീൽ ഗ്ലാസിൻ്റെ കാര്യം ഇനി ആരും പറയരുത്. ഇവിടെ എല്ലാവർക്കും, അതായത് തമിഴ്നാട് സ്റ്റൈലല്ലേ, അപ്പോൾ അവർക്ക് സ്റ്റീൽ പാത്രം, സ്റ്റീൽ ഗ്ലാസ് ഇതിലൊക്കെ എന്താ പറയുക, ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് കൊടുത്തത്. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ഫിഷ് മേടിച്ചത് കുറച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെച്ചൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ തേങ്ങ, തക്കാളി, പുളി, മഞ്ഞൾ, മുളക്, വലിയ ജീരകം, പിന്നെ നമ്മുടെ കുഞ്ഞുള്ളിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആക്കണം കേട്ടോ. പിന്നെ മൺചട്ടിയിലോട്ട് ഉലുവ, ചെറിയുള്ളി, അതേപോലെ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഈ അരപ്പ് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരപ്പിനെ വേവിച്ചെടുക്കണം. ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഈ അരപ്പിനൊന്ന് വേവിച്ചും കൂടെ എടുക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിലുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. തിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിക്കോട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഇന്നലെ തന്നെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച മീനാണ്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ ഈ കറി. അപ്പോഴേക്കും റെഡി ആയിക്കോളും. അപ്പുറത്ത് ഞാൻ മീനിൻ്റെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മീനും പൊരിക്കാനും കുറച്ച് മീൻ കറി വെക്കാനുമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ചെറിയ തള വരുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് നിങ്ങൾ ഇളക്കരുത്, ഞാൻ വളരെ പതുക്കെയാണ് കേട്ടോ, അതും അടിയിലൂടെയാണ് കേട്ടോ ഞാൻ ഇളക്കിയെടുത്തത്. അപ്പോൾ കറിയൊക്കെ ആയപ്പോൾ ഞാനൊന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും ഇനി വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ എന്താ പറയുക, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ പയറുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തോരനല്ല, നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരി ഇല്ലേ, അത്. അപ്പോൾ ഇതാ പയറൊക്കെ നന്നാക്കി ഞാൻ അതിനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കാനുണ്ട് അല്ലേ. പിന്നെ സ്മൂത്തി ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് തരുമോ, ഏത് കമ്പനിയാണെന്ന്? അത് അതിൽ ഞാൻ ലിങ്കൊന്നും ഇല്ല കേട്ടോ. അതോ ആ ഒരു ബ്ലെൻഡറിൻ്റെ ആണോ ചോദിക്കുന്നത്? ബ്ലെൻഡർ ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ. ജിനിത്ത, ഇക്ക നന്നായി വണ്ണം കുറഞ്ഞിട്ടുണ്ട്, ഇത്തയും ഒന്ന് ഒത്തുപിടിച്ചോന്ന്. ഇൻഷാല്ലാ നോക്കാം. ജിനി ഇനിയും ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിടോ ചെയ്യാൻ. ചിലപ്പോൾ ഞാൻ ഇനിയും ചെയ്യുമായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് എന്നെ തന്നെ എന്തോ മാറ്റം വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കും. ഇത്രയും ഡ്യൂട്ടിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ ഞാൻ മറക്കാറേ ഇല്ല. എൻ്റെ ബോട്ടിലിൽ ഞാൻ എപ്പോഴും വെള്ളം ഫില്ല് ചെയ്ത് വെക്കും കേട്ടോ, കഴിയെ. പിന്നെ പയറുപ്പേരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ജിനി, സൂപ്പർ വ്ളോഗ്. ഇന്നലെ മസാല ബർഗർ ഉണ്ടാക്കി, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയിട്ട് മെസ്സേജ് ഇട്ടിട്ട് എന്ന് വീഡിയോ കാണും, പക്ഷേ കമൻറ്റ് ഇടാൻ വിട്ടുപോകും. ഇനി കുറേ നല്ല വ്ളോഗ്സ് ഇടാൻ സാധിക്കട്ടെ ഓൾവേസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മുടെ ഫുഡ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞല്ലോ, അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായിട്ട്. പിന്നെ ഹായ് ജിനിത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്. അപ്പം നമ്മുടെ ഫ്രണ്ട് ഏരിയ നോക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനാക്കി തന്നിട്ടുണ്ട് കേട്ടോ. പുല്ലൊക്കെ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ സൂപ്പർ വീഡിയോ. ഇത്തയുടെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഇപ്പം എത്ര നാളായി? അതിന് ശേഷം എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്? ഓയിൽ ഓർ ഷാമ്പൂ ഇടാറുണ്ടോ? അതാ ചുമ്മാ മുടി വാഷ് ചെയ്യുമോ ആണോ ചെയ്യുന്നത്? കുക്കിംഗ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇക്കയും വാപ്പയും കൂടെ പള്ളിക്ക് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന് ആൻസർ പറയാം. ചെയ്തിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു, 1.5 മാസമൊക്കെ ആവാനായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ ഞാൻ അവർ തന്ന ഷാമ്പൂ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വിലയുണ്ട് കേട്ടോ അതിന്.
അപ്പോൾ അത് ആഴ്ചയിൽ 2 ദിവസം എന്നോട് യൂസ് ചെയ്യാൻ പറഞ്ഞു. ബാക്കിയുള്ള ദിവസം നിങ്ങൾ നോർമൽ മുടി എങ്ങനെ കഴുകണം അതുപോലെ കഴുകിക്കുക, പക്ഷേ എണ്ണ ഇടരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എണ്ണ ഇടാറില്ല, പക്ഷേ അവർ എൻ്റെ അടുത്ത് മറ്റേ നമ്മുടെ ഹെയർ സെറം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതാ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് സംഭവം. ഞാൻ വേറെ സോപ്പോ വേറെ ഷാമ്പൂ ഒന്നും എൻ്റെ മുടിയിൽ ഞാൻ അതിന് ശേഷം യൂസ് ചെയ്തിട്ടില്ല. അവർ തന്നതാണ്. പക്ഷെ നമുക്ക് വേറെ കമ്പനിയുടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഡവിൻ്റെ പിന്നെ വേറെ എന്തൊക്കെയോ നല്ല നല്ല കമ്പനികളുടെ ഉണ്ടല്ലോ. ഇവർ തന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കും. ഇപ്പം ഞാൻ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മുടി ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കണത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് വിട്ടാൽ മാത്രം മതി, ഭയങ്കര സ്മൂത്തായിട്ട് നിൽക്കും കേട്ടോ മുടി. അതേപോലെ നമ്മളോട് സംഗതി ഉഷാറായി സൂപ്പറായിട്ടുണ്ട് കുറേ കമൻസ് ഉണ്ട് കേട്ടോ FBയിലും. അപ്പോൾ FBയിലും വലിയ വലിയ കമൻസ് ഒക്കെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ചിക്കൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. പിന്നെന്താണ്, അങ്ങനെ അവർ പള്ളിയിലൊക്കെ പോയി വന്ന് എനിക്ക് തരുമോ? തരില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കറി ഉപ്പേരിക്കുന്ന ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വിചാരിച്ചു. അതിന് മുമ്പേ തന്നെ ഞാൻ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പയറിൽ ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തതാണ് കേട്ടോ. ഞാനുണ്ടല്ലോ എത്ര ഉപ്പിട്ടാലും ഉപ്പുണ്ടാവില്ല, അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. പിന്നെ നമ്മുടെ രാവിലത്തെ ഉണ്ടാക്കിയ സോയാ ബുർജി ഉണ്ടായിരുന്നു, അതും ഒന്ന് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഫിഷ് അപ്പുറത്ത് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവർ ഡ്രസ്സെല്ലാം മാറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ മൺചട്ടി കൈ കൊണ്ട് എടുത്തപ്പോൾ കൈ നന്നായിട്ടൊന്ന് പൊള്ളിയിട്ടാ. അത് ഓർമ്മയില്ലാണ്ട് ചട്ടിയുടെ അടിയിൽ പിടിച്ച എങ്ങനെ ഉണ്ടാവും കണ്ടില്ലേ, ഇതാ എക്സ്പ്രഷൻ. കൈ അത്യാവശ്യം നല്ലോണം പൊള്ളി, പക്ഷെ പൊള്ളൊന്നും വന്നില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇതായിരുന്നു. ചോറ്, പയർ മെഴുക്ക് വരട്ടി എന്നാണോ അതിന് പറയുക, പയർ ഉപ്പേരി എന്നാണ് ഞങ്ങൾ മലപ്പുറം അവിടെ എല്ലാറ്റിനും ഉപ്പേരി എന്നാണ് പറയുക. തോരന് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും എടുത്ത് പറയില്ല കേട്ടോ. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, ഫിഷ് കറി ഉണ്ട്. ഫിഷ് കറി ഞാൻ ഭയങ്കര തിക്കിലൊന്നല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അതേപോലെ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ഇടാമോ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, വ്ളോഗിലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മാഷാ അല്ലാ അടിപൊളി. എനിക്ക് ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല, കിട്ടുമ്പോഴേ എന്തായാലും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫുഡ് കാണുമ്പോൾ കൊതിയാവുന്നു എന്ന്. ഞങ്ങൾക്ക് കൊതി വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ വയറ്റിന്? ഞാൻ ചായ കുടിക്കുകയില്ല, പക്ഷെ മോൾ ചായ ഇടുന്നത് കാണുമ്പോൾ കുടിക്കാൻ തോന്നും. ഓക്കെ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഉണ്ടാക്കി നോക്കുക കേട്ടോ. എൻ്റെ മോൻ്റെ നെയിം റിഹാനാണെന്ന്. എൻ്റെ മോൻ്റെ നെയിം റിഹാനാണെന്ന്. ഓക്കെ. നമ്മുടെ 2 മക്കളുടെയും റിഹാൻ എന്നാണല്ലേ മക്കളുടെ പേര്. മുട്ടക്കറി കാണിക്കുമോ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മുടെ ലോങ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏതിലാന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ലോങ് വീഡിയോയിൽ നിങ്ങൾ റെസിപ്പി കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുകയേ ചെയ്യണ്ട. എല്ലാ ലോങ് വീഡിയോത്തെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്താൽ എന്തായാലും കിട്ടും കേട്ടോ. അതേപോലെ നമുക്ക് വലിയൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ കമൻറ്റ് വായിച്ചു, എനിക്ക് വളരെ സന്തോഷം. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, മുട്ടക്കറി ഉണ്ടാക്കി നോക്കി, ഇന്നലെ രാത്രിയാണ് ഉണ്ടാക്കി നോക്കിയത്, സൂപ്പറാണ് കേട്ടോ, അടിപൊളി. ജിനിയുടെ എല്ലാ വീഡിയോസും ഞാൻ ഫുള്ളും വാച്ചിങ് ആണ്. കമൻ്റ് ഇട്ടില്ല, പറഞ്ഞു വിഷമിക്കരുത്, ഒരു ഹാർട്ടെങ്കിലും ഇനി ഞാൻ ഇട്ടോളാം. ജിനിയുടെ സ്വന്തം വീട് മണ്ണാർക്കാട്, എൻ്റെ സ്വന്തം വീട് പാലക്കാട്. പക്ഷേ എന്നെ കല്യാണം കഴിച്ചത് സ്ഥലം മണ്ണാർക്കാട്. അതുപോലെ തന്നെയാണ് നിൻ്റെ സ്വന്തം വീട് മണ്ണാർക്കാട്, നിന്നെ കെട്ടിച്ചിട്ട് പാലക്കാട്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയില്ലേ. ഇതിൽ നിന്ന് കണ്ടില്ലേ നമ്മൾ തമ്മിൽ എന്തൊക്കെയോ എവിടേക്കോ ഒരു ബന്ധമുള്ള പോലെയെന്ന്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത് എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്ത്, അത് പൊള്ളാച്ചിന്നൊരു കുട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേ. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ
ഈ പറഞ്ഞ പോലെ അയാൻകുട്ടി എത്തി ഈവനിങ് ആയപ്പോഴത്തേക്കും അവൻ അവൻ്റെ സ്വന്തം ചാനൽ വെച്ചിട്ട് പൊറോട്ടയും മീൻകറിയും മീൻ ഫ്രൈ ചെയ്തതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതും കുറച്ച് കഴിഞ്ഞ് റിഹാനും വന്നു കേട്ടോ. അവന് ഉച്ചയ്ക്ക് കഴിക്കാൻ സമയം കിട്ടാണ്ടായപ്പോൾ അവനിതാ കഴിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ അയാൾക്ക് പോകാനായിട്ടുണ്ടായിരുന്നു ട്യൂഷന്. ഞാൻ ചേച്ചിമാർക്കുള്ള ചായ വെച്ചു. സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് കുടിക്കുള്ളൂ. ഞാൻ കപ്പിൽ കൊടുത്തു നോക്കിയതാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ വേണ്ട മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്റ്റീൽ ഗ്ലാസ്സിൽ തന്നെ കൊടുത്തു. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ, അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടു കൊടുത്തു. ഇനി നമ്മൾ നേരാക്കിയ നമ്മുടെ തൊടിയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം അല്ലേ. അപ്പോൾ ഇതാ ഉമ്മ തെങ്ങിന് വെള്ളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്, വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നന്നായി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഭാഗത്തൊക്കെ കറുത്ത മണ്ണാണ് കേട്ടോ, ചെമ്മണ്ണല്ല. അതുകൊണ്ടാണ് ഒരു ഭംഗി തോന്നാത്തത് കേട്ടോ മണ്ണിന്. അപ്പോൾ ഇതാ എന്താ പറയുക, എല്ലാവരുടെയും നല്ലപോലെ ക്ലീനാക്കി തന്നിട്ടുണ്ട്. കറിവേപ്പില ഇതിനൊക്കെ തടം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേനൽ സമയം വരാൻ പോവല്ലേ, അപ്പോൾ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് തടം എടുത്തിട്ടുണ്ട്. നമ്മുടെ ചായമൻസിക്കും അവർ തടം എടുത്ത് തന്നിട്ടുണ്ട്. മാക്സിമം തൊടി സൂപ്പറാക്കി തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. എന്നാലും ഇടയ്ക്കൊന്ന് അടിച്ച് വാരണം ഇനി അങ്ങോട്ട്. പിന്നെ മാവുണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട്, ഒന്നിങ്ങനായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇനി അതിൻ്റെ മാണിത്തട്ട വലിച്ച് ഉപ്പേരി വെക്കണം, മറ്റേ സെറ്റായി. പിന്നെ ഇതാ നായ്ക്കൾ പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ഇത്ര മാത്രമല്ല, പിന്നെ അതെല്ലാം കുറച്ച് നേരം നോക്കി നിന്ന ശേഷം ഞാൻ വേഗം വന്ന് അടിച്ചു വാരാൻ നിന്നു. ആൺകുട്ടിക്ക് ട്യൂഷൻ പോകാനായി. ഇപ്പോൾ ലാവിഷായിരുന്നു TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവന് പിന്നെ റെഡിയായി. നമ്മുടെ ചേച്ചിമാരും റെഡിയായിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. തമിഴിൽ ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട് ഇവരെന്താണ് സംസാരിച്ചത് എന്നുള്ളതൊക്കെ. അങ്ങനെ അവരൊക്കെ പോയ ശേഷം ഇനിയിപ്പോൾ നമുക്ക് ചായ എല്ലാം ഉണ്ടാക്കണം, ചായ കുടിക്കണം, അത്രയൊക്കെ തന്നെയുള്ളൂ. അതേപോലെ ഇങ്ങനെ കൊതിപ്പിക്കല്ല ജിനി, എന്താണ് കഴിക്കാൻ വിളിക്കാത്തത്, ഇങ്ങനെയൊക്കെ കമൻസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക്. ഞാൻ കൊതിപ്പിക്കല്ല, എൻ്റെ ഒരു ഡ്യൂട്ടി ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ ഉള്ളൂ കേട്ടോ. കുക്കിംഗ് ആണല്ലോ എൻ്റെ മെയിൻ. അപ്പോൾ റെസിപ്പികൾ ഓരോന്ന് തപ്പിപ്പിടിച്ച് നമ്മളത് ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ എല്ലാവരും പോയ ശേഷം ഇതാ നമ്മൾ എന്താ പറയുക, സ്നാക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ചെറുപയറിൻ്റെ ഒരു ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ചെറുപയർ പരിപ്പുണ്ടാവില്ലേ അത്, പിന്നെ തേങ്ങാ ബർഫി. അങ്ങനെ വലിയ സ്നാക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു തേങ്ങാ ബർഫി കഴിച്ചു, അത്ര തന്നെ, വേറൊന്നും കഴിച്ചില്ല. പൊതുവേ കഴിക്കാൻ ഭയങ്കര ഒരു മടി. അപ്പം ഞാൻ വിചാരിച്ചു മടി ഉണ്ടാകുമ്പോൾ പിന്നെ അതിനങ്ങ് പ്രോത്സാഹിപ്പിക്കേണ്ട, ആ മടി കുറച്ചങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ചായ വെച്ചു, നമ്മുടെ പൊടിയൊക്കെ ഇട്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, കുട്ടികളുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയി അതും തേച്ച് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒന്നിച്ചങ്ങ് കഴുകിയെടുക്കും. അങ്ങനെ ചായ ആയപ്പോൾ ഇതാ ചായയൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, ഗ്ലാസ്സിലൊഴിച്ചു. ഞാനൊരു അരക്കപ്പ് ചായ, അതിൻ്റെ അപ്പുറം ഇപ്പോൾ കുടിക്കാറില്ല. എന്നിട്ടും അല്ലേ, ഓക്കെ, എന്തായാലും ഇതാ ചായയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ അത് കൊണ്ടുപോയി ഇരുന്ന് കുടിക്കണം. പിന്നെ മുറ്റത്ത് കുറച്ച് നേരം ഒന്ന് നടക്കണം, അതും ചെരുപ്പില്ലാണ്ടൊന്ന് നടക്കണം നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം കുറേ ആയി നമ്മുടെ മുറ്റത്ത് ഫുൾ ഇലകളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല. ഇന്ന് മൊത്തം വൃത്തിയാക്കിയപ്പം എനിക്കൊന്ന് ചെരുപ്പില്ലാണ്ട് നടക്കാനൊരു കൊതി. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേഗം പോയി. അവിടെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പം ഞാനും അവൻ്റെ അടുത്ത് ഇങ്ങനെ വായടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഭയങ്കര രസമാണ്. എന്നെ അവൻ കളിയാക്കും, ഞാൻ അവനെയും കളിയാക്കും. അങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ജീവിക്കണമെന്നും ഇഷ്ടമല്ല കേട്ടോ. കുട്ടികളെ അടുത്ത് കുട്ടിക്കളിയും ഒക്കെ ആയിട്ടൊക്കെ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം പൊതുവേ. അപ്പം ഞാൻ കുട്ടികളുടെ അടുത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ. എപ്പോഴും എനിക്ക് ചെറിയ പിള്ളേരോട് കമ്പനി ആവണത് അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. എൻ്റെ ഫാമിലിയിലും ഒക്കെ അങ്ങനെ തന്നെ. ഞാൻ ഏജായ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇത്, കുട്ടികളോട് വേറെ രീതിയിൽ അങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും നിൽക്കാറ്. അപ്പോൾ അവനെന്നെ ഇടിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഞാനാണെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ അവൻ്റെ അടുത്തുനിന്ന്. ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ വീഡിയോ എടുക്കണ ഫോൺ കണ്ടാൽ പിന്നെ അവന് ക്യാമറയ്ക്ക് മുന്നിൽ വരും, വേഗം ഓടി വരും. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. കാലിൽ ക്രീമൊന്നും തേക്കാണ്ട് ആകെ വെടിച്ചിട്ടുണ്ട്. ശരി. മഞ്ചനടുത്ത മഞ്ചൻ
ഇക്ക മഞ്ചൻ ഇക്കാക്ക് വല്ല ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടാ. ചപ്രത്തലേ അങ്ങനെ പിന്നെ രാത്രി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വിചാരിച്ചപ്പോഴത്തേക്കും എനിക്ക് മടിയായി. പിന്നെ അത്യാവശ്യം ലെങ്ത് ആയല്ലോ വീഡിയോ. അവൻ വന്നതും വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാട്ടോ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവനക്ക് വേണ്ടിയിട്ട് പൊറോട്ട ഉണ്ടായിരുന്നു, അതിനെ ചൂടാക്കി കൊടുത്തു. പൊറോട്ട മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. പുതിയ പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വ്ളോഗ് നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റ ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ.